പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ ദിനം നൽകി അനുഗ്രഹിച്ചതിന് നല്ല തമ്പുരാന് നമുക്ക് നന്ദി പറയാട്ടോ. ഇന്ന് നമ്മുടെ സമൂഹത്തെ പിടികൂടുന്ന ഒരു ക്യാൻസറിന്റെ പേരാണ് നിരാശ. എല്ലാവരിലും ഉണ്ട്, പക്ഷെ ഏറ്റവും പ്രത്യേകമായിട്ട് ഞാൻ കാണുന്നത് ഈ യുവജനങ്ങളിലൊക്കെ ഈ നിരാശ വല്ലാതെ പിടികൂടുന്നുണ്ട്. ഇന്നലെ തന്നെ ഞാൻ ഓർക്കുകയാണ്, ഒരു അമ്മ വന്നിട്ട് പറയുകയാണ്, അച്ഛൻ എൻ്റെ മകൻ M.Tech ഫസ്റ്റ് ഇയർ എക്സാം എഴുതി, കുറച്ച് സപ്ലിയൊക്കെ വന്നു, ഇപ്പൊ അവൻ പറയുന്നത് ഞാൻ പോവില്ല, സെക്കൻഡ് ഇയറിലേക്ക് പോവില്ല, അവൻ ആ പരീക്ഷയ്ക്ക് തോറ്റുപോയതിന് നിരാശ. കഥ കടച്ചിരിക്കുകയാണ്, വീട്ടില് പുറത്തോട്ട് ഇറങ്ങത്തേയില്ല, കഥ കടച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു സൈക്കാട്രിസ്റ്റിനെയൊക്കെ പോയി ഒന്ന് കാണുക, ഒരു കൗൺസിലിംഗ് ഒക്കെ അവന് കൊടുക്കുക. ഓരോ എന്തു വന്നാലും പുറത്തു പോകത്തില്ല, ആകപ്പാടെ നിരാശയാണെന്നാ പറയുക. നിരാശ പിടികൂടുന്ന ജന്മങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് നിന്ന് വന്നപ്പോൾ എന്നെ കാണാൻ വന്നതാണ്. അവൻ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്തു. വല്ലാതെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും പിന്നെ ഒരു അവിശുദ്ധ ബന്ധത്തിനൊക്കെ അടിമപ്പെട്ടു പോയ പയ്യൻ. അവനിവിടെ വന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്നൊക്കെ പ്രാർത്ഥിച്ചു, ഒരു കൗൺസിലിങ്ങും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി, ഭയങ്കര സമാധാനമായി. ഇവിടെ വന്ന ഒരു അച്ഛൻ്റെ അടുത്ത് ഞാൻ കുമ്പസാരിപ്പിക്കാനൊക്കെ വിട്ടു, ഭയങ്കര സമാധാനമായി, സന്തോഷമായി. പുള്ളി പറയുമായിരുന്നു, അച്ഛാ നേരത്തെ ഇതങ്ങോട്ട് ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞ് എന്നെ കാണാൻ വന്നു. അച്ഛാ അന്ന് ഞാൻ വന്ന ആ ഒരു തീഷ്ണത എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ആ നിരാശയ്ക്ക് എന്നിൽ നിന്ന് പോയിട്ടോ. കണ്ടോ, എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. നിരാശ പിടികൂടുന്നുണ്ട് യുവജനങ്ങളെ. അച്ഛൻ നിങ്ങളോട് പറയാണ്, വചനത്തോട് ചേർന്ന് സങ്കീർത്തനം 121:1-2 പറയുന്നത് പോലെ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. സഹായം വരുന്നത് കർത്താവിൽ നിന്നാട്ടോ. നിരാശയൊക്കെ മാറ്റി കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്ത്, കണ്ണുകൾ ഉയർത്ത്, കരളുയർത്ത്. കർത്താവ് നിന്നിലേക്ക് പ്രകാശമായി വരും, കർത്താവ് നിന്നിലേക്ക് സന്തോഷമായി വരും, കർത്താവ് നിന്നിലേക്ക് സമാധാനമായും സ്നേഹമായും കടന്നു വരും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങാണ് എൻ്റെ പ്രത്യാശ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.